ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇതാണ്. നഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ. അഞ്ജലിയും അർജുനും തങ്ങളുടെ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇരട്ട കുട്ടികൾ ആയിരുന്നു. അവർക്ക് ധാരാളം കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അവർ ഒരിക്കലും അവയെ പരിപാലിക്കുന്നില്ലായിരുന്നു. അവയെ വീടിനു ചുറ്റും ഇട്ടുവെക്കുകയോ മുഷിഞ്ഞാൽ മൂലയിൽ എറിയുകയോ ചെയ്യും. അവർ ഒരിക്കലും അവ വൃത്തിയാക്കുകയോ ശരിയായി വെക്കുകയോ ചെയ്തിട്ടില്ല. ഒരു ദിവസം അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ അവരുടെ അമ്മ തീരുമാനിച്ചു. താൻ ചന്തയിൽ പോകുകയാണെന്നും താൻ പോകുമ്പോൾ മുറി വൃത്തിയാക്കണമെന്നും അവൾ അവരോട് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൂടുതൽ വിലമതിക്കുന്ന ഒരാൾക്ക് അവരുടെ കളിപ്പാട്ടങ്ങൾ നൽകുമെന്ന് അവൾ പറഞ്ഞിട്ട് പോയി. പക്ഷേ അഞ്ജലിയും അർജുനും അമ്മ പറഞ്ഞത് കേട്ടില്ല. അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് അവർ തീരുമാനിച്ചു വെച്ചിരുന്നു. അവർ അവരുടെ കളിപ്പാട്ടങ്ങളുമായി കളിക്കുന്നത് തുടർന്നു. അതും മുമ്പത്തേക്കാൾ വലിയ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടായിരുന്നു. അവർ ഒന്നും വൃത്തിയാക്കാൻ മെനക്കെടാതെ കളിപ്പാട്ടങ്ങൾ തറയിൽ ചിതറിക്കിടന്നു. അമ്മ തിരികെ വന്നപ്പോൾ അവരുടെ മുറിയുടെ അവസ്ഥ കണ്ടു ഞെട്ടി. അവൾക്ക് അവരോട് വളരെ ദേഷ്യവും നിരാശയും തോന്നി. അവർ വാഗ്ദാനം ലംഘിച്ചുവെന്നും ഇത്രയും കളിപ്പാട്ടങ്ങൾ കൈവശം വയ്ക്കാൻ അവർ അർഹല്ലെന്നും അമ്മ പറഞ്ഞു. അവൾ ഒരു വലിയ ബാഗ് എടുത്ത് അവരുടെ കളിപ്പാട്ടങ്ങളെല്ലാം ശേഖരിക്കാൻ തുടങ്ങി. അടുത്തുള്ള ഒരു അനാഥാലയത്തിലേക്ക് അതെല്ലാം സംഭാവന ചെയ്യാൻ പോകുകയാണെന്നും അവിടെ കുട്ടികൾ സന്തോഷിക്കുമെന്നും അവർ പറഞ്ഞു. അഞ്ജലിയും അർജുനും സ്തംഭിച്ചുപോയി. അമ്മ ഗൗരവക്കാരിയാണെന്ന് അവർക്ക് മനസ്സിലായി. തങ്ങൾ ചെയ്തത് വലിയ തെറ്റാണെന്നു പറഞ്ഞുകൊണ്ട് ഇത് നിർത്താൻ അവർ അമ്മയോട് അപേക്ഷിച്ചു. ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇനി മുതൽ തങ്ങളുടെ കളിപ്പാട്ടങ്ങൾ പരിപാലിക്കുമെന്നും ഇനി ഒരിക്കലും അശ്രദ്ധയാകില്ലെന്നും അവർ പറഞ്ഞു. എന്നാൽ അവരുടെ അമ്മ അവരെ ചെവിക്കൊണ്ടില്ല. ഇത് വളരെ വൈകിപ്പോയെന്നും അവരുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടിവരുമെന്നും അവർ പറഞ്ഞു. ഒരുപക്ഷേ ഇത് അവരെ വിലപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കുമെന്നും കൂടുതൽ ഉത്തരവാദിത്തവും നന്ദിയുള്ളവരുമായിരിക്കാൻ അവർ പഠിക്കുമെന്നും അവർ പറഞ്ഞു. അവൾ കളിപ്പാട്ടങ്ങളുടെ ബാഗും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. അഞ്ജലിയും അർജുനും അവരുടെ ഒഴിഞ്ഞ മുറിയിൽ തനിച്ചായി. രണ്ടുപേർക്കും സങ്കടവും കുറ്റബോധവും തോന്നി. അമ്മ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ കളിപ്പാട്ടങ്ങളുടെ കാര്യത്തിൽ ഇത്ര അശ്രദ്ധമായിരുന്നില്ലെങ്കിലെന്ന് അവർ കൊതിച്ചു. അത് അവരുടെ പിന്നീടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധാലുക്കൾ ആക്കി തീർത്തു. കൂട്ടുകാരെ, ഈ കഥയുടെ ധാർമ്മികത ഇതാണ്: അശ്രദ്ധ മോശമാണ്. അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം. നാം എപ്പോഴും നമ്മുടെ വസ്തുക്കൾ പരിപാലിക്കുകയും നമുക്കുള്ളതിനെ വിലമതിക്കുകയും വേണം. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടാലോ? നിങ്ങൾ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനലിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ.